Hello friends, this is Milan and welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ നമ്മളൊരു അൺബോക്സിംഗ് ആയിട്ട് വന്നേക്കുവാണ്. അപ്പോൾ ഈ വർഷത്തെ 2021 ഏറ്റവും ആദ്യത്തെ അൺബോക്സിംഗ് ആണിത്. ഈ ഒരു ബോക്സ് പൊട്ടിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ M1 വാങ്ങാൻ റെഡിയായിട്ട് നിൽക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയാം. നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അന്വേഷിക്കുക. കാരണം മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഡിലേ ആകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇത് തന്നെ ഒപ്പിച്ചത് വളരെ ഷോർട്ടേജാണ്. ഈ പ്രോഡക്റ്റ് നമ്മൾ ആപ്പിളിൻ്റെ സൈറ്റിൽ നോക്കിയാൽ ചിലപ്പം ഒരാഴ്ച 2 ആഴ്ചയൊക്കെയാണ് ചിലപ്പം സമയം പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ അന്വേഷിച്ചപ്പം 5 to 7 days ബിസിനസ് ഡേയ്സ് ആണ് വർക്കിംഗ് ടൈം ഇത് ഡെലിവറി ചെയ്യാനുള്ള ടൈം പറയുന്നത്. അത് ഡിപ്പെൻസ് ഓൺ നമ്മുടെ പ്ലേസസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് മറ്റൊരു കാര്യം. കാരണം ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇതിൻ്റെ പുറകെയാണ്. എന്നിട്ട് ഞാൻ എറണാകുളത്ത് പോയി, അങ്ങനെ പല സ്ഥലങ്ങളിലും പോയി, പലയിടത്തും വിളിച്ച് ചോദിച്ചു, എങ്ങുമില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം എങ്ങുമില്ല, അല്ലെങ്കിൽ സാധനമേ കിട്ടത്തില്ല. അവസാനം ഇത് കിട്ടിയത് കോട്ടയത്തെ ഓക്സിജൻ്റെ ഷോറൂമിൽ നിന്നാണ്. അവരാണ് ഇത് നമുക്കൊന്ന് അവസാനം സെറ്റപ്പ് ചെയ്ത് തന്നത്. അപ്പം ആപ്പിളിൻ്റെ സ്റ്റുഡൻറ്റ് ഓഫർ, ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് സ്റ്റുഡൻറ്റ് ഓഫർ കിട്ടേണ്ടതെന്നുള്ളത്. അത് ഡിഗ്രി സ്റ്റുഡൻസിന്, യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സ്റ്റുഡൻസിനാണുള്ളത്. അപ്പോൾ ആ സ്റ്റുഡൻറ്റ് ഓഫർ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആപ്പിളുമായിട്ട് ലിങ്കപ്പ് ചെയ്ത് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അതായത് ആപ്പിളിൻ്റെ സൈറ്റ് വഴി നിങ്ങൾ പ്രോസസ്സ് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് ഷോപ്പിൽ പോയി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് ഓഫർ കിട്ടത്തില്ല. അതിന് പകരം ഞാൻ ഇതെടുത്തപ്പം HDFC കാർഡ് ഉണ്ടായിരുന്നു, ക്രെഡിറ്റ് കാർഡ്, അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ നമുക്ക് HDFCയുടെ ആ ഒരു 6% ബാക്ക് ക്യാഷ് ബാക്ക് കിട്ടും. ആ ഒരു ഓഫർ നമുക്ക് കിട്ടും HDFC ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രം. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഇതാണ് നമ്മളുടെ സംഭവം, MacBook Air. ഇങ്ങനെ നമ്മൾ സ്ലൈഡ് ചെയ്യുമ്പോഴേ അതിങ്ങനെ പൊങ്ങി വരും. നമുക്കപ്പം എടുക്കാൻ എളുപ്പമുണ്ട്. ഓക്കെ, അതാണ് നമ്മളുടെ സാധനം. ഇപ്പോൾ ഇവിടെ നമുക്ക് M1 എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ ഈ എയറിൻ്റെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ആപ്പിൾ ലോഗോ ഉണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മളെ എല്ലാ ഇൻഫർമേഷൻസും കൊടുത്തിട്ടുണ്ട്. അതായത് 8GB വേരിയൻ്റ് ആണിത്. 256 SSD ആണ്. 13 ഇഞ്ച് MacBook Air M1. അതിൻ്റെ ബാക്കിയുള്ള ഇൻഫർമേഷൻസും അതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ബേസ് വേരിയൻ്റ് ആണ്. അതായത് 92 രൂപയാണ്, 92,400 എങ്ങാണ്ടാണെന്നു. നമുക്ക് ആ പ്രൈസിനാണ്. അതാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. സ്റ്റുഡൻറ്റ് ഓഫർ വരുമ്പം ഏകദേശം 10% ഓഫാണ്. അതായത് 10,000 രൂപ കുറയ്ക്കും. അപ്പോൾ അങ്ങനൊരു ലാഭമുണ്ട് അതിൽ. അപ്പോൾ നമുക്കിവിടെ പുൾ ടാബുണ്ട്. ആ പുൾ ടാബ് നമുക്ക് പുള്ള് ചെയ്യാം. സൗണ്ടൊന്നും കേൾക്കാനില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിനി ഇത് ഓപ്പൺ ചെയ്യാം. ലിഫ്റ്റ് ചെയ്താൽ മാത്രം മതി, വന്നോളും. ഇത് സിൽവറാണ്. സ്പേസ് ഗ്രേ ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് കിട്ടിയില്ല. അപ്പോൾ സിൽവർ കൊണ്ട് തൃപ്തിപ്പെടേണ്ട വന്നു. അതുപോലെ തന്നെ നമ്മൾ ബോക്സിൽ എന്തൊക്കെയുണ്ടോ നോക്കാം. ബോക്സിനകത്ത് നമ്മളുടെ USB Type-C to Type-C അഡാപ്റ്റർ ഉണ്ട്, ചാർജിങ് കേബിൾ. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഡിസൈൻ ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ. അതിനകത്ത് എനിക്ക് തോന്നുന്നു ആപ്പിൾ സ്റ്റിക്കേഴ്സ്, സിൽവർ കളറിലെ ആപ്പിൾ സ്റ്റിക്കേഴ്സും ഇൻക്ലൂഡഡ് ചെയ്യും. അത് കൊള്ളാം, എന്തായാലും പൊളിച്ചു. അതിന് ശേഷം നമുക്കുള്ളത് നമ്മളുടെ അഡാപ്റ്ററാണ്. ഇത് 30 watt അഡാപ്റ്ററാണ്. എൻ്റെ കയ്യിൽ ഓൾറെഡി 2012 മോഡൽ MacBook Air ഉണ്ട്. അപ്പം ഞാൻ താമസിക്കാതെ അതുമായിട്ടുള്ളൊരു കമ്പാരിസൺ വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലാവും. അപ്പോൾ ഇനി നമുക്കിത് പീൽ ചെയ്യാം. നമ്മുടെ മാക്ബുക്കിനകത്ത് ആ ഒരു സാറ്റിസ്ഫൈങ് സൗണ്ട് ഇവിടെയാണ് കേൾക്കുന്നത്. അപ്പം എല്ലാവരും ലിസൺ ചെയ്തോളൂ. ഈ ഇരിക്കുന്നത് നമ്മളുടെ പുതിയ MacBook Air. ഇതാണ് എൻ്റെ പഴയ 2012 MacBook Air. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ വ്യത്യാസങ്ങൾ മനസ്സിലാവും. കാരണം ഇത് നമ്മുടെ ബാക്ക് ലൈറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആപ്പിൾ ലോഗോ ലൈറ്റ് കത്തുന്ന ഇതാണ്. 2017 വരെ ആപ്പിൾ ഈ ഒരു സെയിം ഡിസൈനായിരുന്നു MacBook Airനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾക്കിവിടെ കാണാം. എൻറ്റയർലി ന്യൂ ഡിസൈനാണ് ഇപ്പോൾ എന്ന് പറയുന്നത്. ഇവിടെ 2 MacBook Airൻ്റെയും സൈഡ് വൈസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ സൈഡ് വൈസ് ഉള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇതിൽ ഏതാണോ ആ ബോഡിക്ക് കളർ വന്നിരിക്കുന്നത് ആ ഒരു ബോഡി കളർ തന്നെയാണ് ഇവിടെയും ബാക്കിലും പോയിരിക്കുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ആ ഒരു എയർ വെൻ്റാണ് ഇവിടെ ഉള്ളത്. ആ എയർ വെൻ്റിൻ്റെ അവിടെ ബോഡിയുടെ ഡിഫറെൻറ്റ് കളറാണ്, ബ്ലാക്ക് കളറാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു ഡിസൈൻ ആപ്പിൾ MacBook Airന് കൊടുക്കാൻ തുടങ്ങിയത് 2017 മുതൽ ഉള്ള MacBook Airകൾക്കെല്ലാം തന്നെ ഈ ഒരു സിമിലർ ഡിസൈനാണ്. ആ ഒരു സെയിം ഡിസൈൻ ലാംഗ്വേജാണ് ആപ്പിൾ ഇതുവരെ ഫോളോ ചെയ്തേക്കുന്നത്. 2017 ഈ ഒരു ഡിസൈൻ ലാംഗ്വേജ് ആപ്പിൾ സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ എനിക്കുള്ള കാര്യം പറയാമല്ലോ, ഇപ്പോഴും ആഗ്രഹം ആപ്പിൾ ഈ ഒരു ആപ്പിൾ ലോഗോ ലൈറ്റപ്പ് ചെയ്യുന്ന ആപ്പിൾ ലോഗോ വീണ്ടും തിരികെ കൊണ്ടുവരുവാണെങ്കിൽ അത് വളരെ ഉപകാരപ്പെടും. വളരെ ഇഷ്ടമാണ്. അതാണ് ഈ ഒരു മാക്കിനെ യുണീക്ക് ആക്കുന്നത്. ഇതിൻ്റെ ഈ ലോഗോ ഇങ്ങനെ കത്തിക്കുന്ന കാണാൻ വളരെ രസമാണ്. അപ്പം അതിപ്പോഴും ഇഷ്ടമുള്ളവർ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീണ്ടും ഈ ഒരു ലോഗോ ലൈറ്റപ്പ് ചെയ്യുന്ന ആ ഒരു സിമിലർ ഡിസൈൻ തിരികെ കൊണ്ടുവരണമെന്ന് താല്പര്യമുള്ളവർ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഇതിനെപ്പറ്റി ഒരു എൻറ്റയർ കമ്പാരിസൺ ഞാൻ
പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് നമ്മളുടെ മാക്ബുക്കിൻ്റെ സെറ്റപ്പിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഫസ്റ്റായിട്ട് ഓപ്പൺ ചെയ്യുവാണ്. ഓപ്പൺ ചെയ്യുമ്പോഴേ നമുക്കിവിടെ ഈ ഒരു ഓട്ടോമാറ്റിക്കലായിട്ട് ഓൺ ആവും. അതോടൊപ്പം തന്നെ ഇവിടെ ഈ ഒരു പ്രൊട്ടക്റ്റീവ് ഒരു കോട്ടിങ് പോലെ ഉണ്ട്. അതൊന്ന് നമുക്ക് ടയർ ചെയ്യാം. ആപ്പിൾ ലോഗോ ലൈറ്റപ്പ് ചെയ്യാണ്. നമുക്കിനിയിപ്പം ഇതിൻ്റെ സെറ്റപ്പിലേക്ക് കിടക്കാം. ഈ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമ്മുടെ കൺട്രി റീജിയൻ സെലക്ട് ചെയ്യുക. നമ്മുടെ ആക്സസിബിലിറ്റി ഫീച്ചേഴ്സൊക്കെ ആപ്പിൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കാരണം ഈ വർഷം നിങ്ങൾ കീബോർഡിനകത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്സസിബിലിറ്റി കീസ് തന്നെ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. മേളിലുള്ള ഫംഗ്ഷൻ കീയിൽ ചിലതൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് ആപ്പിൾ ആക്സസിബിലിറ്റി ഫീച്ചേഴ്സാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പല ആക്സസിബിലിറ്റി ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം ഇവിടെ ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല. അപ്പം കണ്ടിന്യൂ കൊടുക്കുന്നു. ഞാൻ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മുടെ മൈഗ്രേഷൻ അസിസ്റ്റൻ്റ് ഉണ്ട്. അത് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പുതിയ മാക്ക് ആയിട്ട് സെറ്റപ്പ് ചെയ്യണോ, അതല്ലെങ്കിൽ വിൻഡോസ് PC നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ അതിൽ നിന്ന് എന്തെങ്കിലും ഡേറ്റാസ് ട്രാൻസ്ഫർ ചെയ്യണോ, അതും അല്ലെങ്കിൽ നമ്മൾ ടൈം മെഷീൻ ബാക്കപ്പോ അല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലും മാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ അതിനകത്ത് ഡേറ്റയും ട്രാൻസ്ഫർ ചെയ്യണോ എന്നുള്ളതിൻ്റെയാണ് ഇവിടെ ഓപ്ഷൻ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോട്ട് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇപ്പോഴത്തെ സൈഡിൽ. അതെന്ന് വെച്ചാൽ നമുക്കൊന്നും ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നോട്ട് നൗ കൊടുക്കുക. അപ്പോൾ ഞാനത് നോട്ട് നൗ കൊടുക്കുകയാണ്. നമ്മുടെ ആപ്പിൾ ഐഡിയും പാസ്വേഡും എൻ്റർ ചെയ്യാം. അപ്പോൾ ഞാൻ അത് എൻ്റർ ചെയ്തിട്ട് തിരികെ വീട്ടിലേക്ക് വരാം. ഇനിയാണ് നമുക്കിവിടെ ഉള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് ടച്ച് ID ഉണ്ട്. അപ്പോൾ നമ്മൾ ടച്ച് ID എനേബിൾ ചെയ്യാൻ പോവാണ്. കണ്ടിന്യൂ കൊടുക്കുക. അതിൻ്റെ നമ്മുടെ ഫിംഗർ നമ്മൾ ഐഫോണിലൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ ഫിംഗർ അവിടെ പ്ലേസ് ചെയ്യുക. കാണാം നിങ്ങൾക്കവിടെ നമ്മുടെ ടച്ച് രജിസ്റ്റർ ആണ്. പക്ഷേ വളരെ ഐഫോണിനേക്കാളും വളരെ ഫാസ്റ്റായിട്ടുള്ള ടച്ച് ID ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിൽ വളരെ സ്പീഡിൽ തന്നെയാണ് സെൻസർ ചെയ്യും. കാരണം ഇതിന് T2 ചിപ്പുണ്ട്. അത് സെക്യൂരിറ്റിക്കും അതേപോലെ തന്നെ വീഡിയോ എൻകോഡിങ്ങിനും വേണ്ടി ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഉപകാരം ചെയ്യുന്ന ഒരു ചിപ്പാണ്. അപ്പോൾ നമ്മളുടെ മാക്ക് സെറ്റപ്പായി വന്നപ്പം എൻ്റെ മാക് പ്രോയിലും അതേപോലെ തന്നെ എൻ്റെ ആപ്പിൾ ID ഏതൊക്കെ ഡിവൈസിൽ സൈനപ്പ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ മാക്കിൽ സൈനപ്പ് ചെയ്തിട്ടുണ്ടോ അതിലെല്ലാ ഇൻഫർമേഷൻസും ഓൾറെഡി ഇതിനകത്ത് സൈനപ്പ് ആയിട്ടുണ്ടെന്നാണ് അല്ലെങ്കിൽ അവൈലബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചില കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ സിസ്റ്റം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം ഇത് ബിഗ് സാറാണ്. അപ്പം നമുക്ക് കൺട്രോൾസ്, അതായത് ഐഫോണിനകത്ത് കൺട്രോൾ സെൻറ്റർ പോലത്തെ സംഭവം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ സൗണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനെപ്പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതാണ് നമ്മളുടെ അൺബോക്സിങ് ആൻഡ് സെറ്റപ്പ് വീഡിയോ എന്ന് പറയുന്നത്. ഇത് ബേസ് കോൺഫിഗറേഷൻ മാക്ബുക്ക് ആണ്. ബേസ് 8GB RAM 256GB. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒന്ന് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കീബോർഡാണ്. കാരണം ഈ ഒരു മാക്ബുക്ക് M1 മാക്ബുക്കിൻ്റെ കീബോർഡ് എന്ന് പറയുന്നത് നമ്മളെ പഴയ ഞാൻ കാണിച്ച 2012, 2017 മോഡലിലെ മാക്ബുക്കിൻ്റെ അതേ കീബോർഡ്സ് ആണ്. ആ ഒരു ചിക്ലെസ് ടൈപ്പ് കീബോർഡാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നേരത്തെ ആ ബട്ടർഫ്ലൈ കീബോർഡ് എടുത്തു കളഞ്ഞു. ഇത് സിസർ കീബോർഡ് തന്നെയാണ്. അപ്പം ആ ഒരു സെയിം ഡിസൈനിലുള്ള കീബോർഡും അതുപോലെ നല്ല സ്പീക്കേഴ്സും നല്ല ഡിസ്പ്ലേയുമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഒരു എൻ്റയർ റിവ്യൂ അതേപോലെ കമ്പാരിസൺ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ആപ്പിൾ റിലേറ്റഡുള്ള ന്യൂസിനും വീഡിയോസിനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.